ഒടുവിൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിക്കുന്നു ഹമാസ്. എന്നാൽ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് പറയുന്നത്. ഞായറാഴ്ച 6 മണിക്ക് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും സമാധാന ധാരണ അംഗീകരിക്കുകയും വേണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഹമാസ് സമാധാന നിർദ്ദേശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വാഗതം ചെയ്തു. ഐസൻ ജോസഫ് ചെയ്തു. ഐസൻ, ഈ ബന്ദികളെ വിടാം, പക്ഷേ പൂർണ്ണമായി വിടാനാകില്ല. അതായിരുന്നുവല്ലോ ഈ ധാരണ സജീവമാകാത്തതിന് കാരണം. ഹമാസ് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോയതും അതുകൊണ്ടാണ്. ഇപ്പോൾ അന്ത്യശാസനം അമേരിക്ക നൽകിയതിന് പിന്നാലെ ഞങ്ങൾ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ കൂടുതൽ ചർച്ചകൾ വേണം. അത് സ്വാഭാവികമാണ്. കാരണം ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് ഹമാസ് തോന്നിപ്പിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഈ ബന്ദികളുടെ മോചനമായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നമായി നിലനിന്നിരുന്നത്. ആ പ്രശ്നത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് തയ്യാർ. അതായത് 48ഓളം ബന്ദികളാണ് തടങ്കലിൽ കഴിയുന്നത്. അതിൽ 48 പേരിൽ 28ഓളം പേർ മരിച്ചിരിക്കാം. അവരുടെ മൃതദേഹങ്ങളും ജീവിച്ചിരിക്കുന്ന 20 പേരെയും വിട്ടുകൊടുക്കണം എന്നായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ സമാധാന ധാരണയുടെ ഭാഗമായി ഹമാസിന് ലഭിച്ചിരുന്ന നിർദ്ദേശം. അത് കൃത്യമായും പാലിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു. ഈ ബന്ദികളുടെ പൂർണ്ണമായ മോചനം സാധ്യമാക്കാമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അതേസമയം തന്നെയാണ് സമാധാന ധാരണയിൽ 21 സമാധാന ധാരണയിൽ വീണ്ടും ചർച്ചകൾ ആവശ്യമുണ്ട് എന്നൊരു നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ വീണ്ടും ഒരു വിശദീകരണം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹമാസിൻ്റെ ഈ നിലപാട്, ബന്ദികളുടെ മോചനം സാധ്യമാക്കാമെന്നും സമാധാന ചർച്ചകളുടെ ഭാഗമാകാമെന്നുമുള്ള, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ ഇനിയും വേണമെന്ന, അല്ലെങ്കിൽ തുടർ ചർച്ചകൾ വേണമെന്ന ഒരു നിലപാടിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് സമാധാന ധാരണയ്ക്ക് തയ്യാറാണ് ഹമാസ് എന്ന് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇസ്രായേലിനോട് ഹമാസ് ശക്തി കേന്ദ്രങ്ങളായ ഗാസയിലെ പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നൊരു കൃത്യമായ നിർദ്ദേശം ഇസ്രായേലിനെ ട്രംപ് നൽകുകയും ചെയ്തു. ഈ പ്രതീക്ഷ, അതായത് ഈ നിർദ്ദേശം, അതായത് വെടിനിർത്തൽ ഗ്യാരണ്ടി അമേരിക്ക നൽകണമെന്നൊരാവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. അത്തരത്തിലൊരു ഗ്യാരണ്ടി ഉൾപ്പെടെ, അത്തരത്തിലൊരു ഗ്യാരണ്ടിയുടെ സമാനമായൊരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇസ്രായേലിനോട് ആക്രമണം നിർത്തിവെക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് തീർച്ചയായും ഒരു ഹമാസ് സമാധാന ധാരണയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് തുറക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അറബ് രാജ്യങ്ങളും ആകമാനമുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഭാരതവും വളരെ കൃത്യമായി സമാധാന ധാരണകൾ മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ സമാധാന ധാരണകൾ യാഥാർത്ഥ്യമാകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ആദ്യ സമാധാന ധാരണ ഇസ്രായേൽ അംഗീകരിച്ച 29-ാം തീയതി തന്നെ അത് സ്വാഗതം ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രംപിൻ്റെ സമാധാന ധാരണകളെ സ്വാഗതം ചെയ്യുന്ന നിലപാട് അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നും അല്പസമയം മുമ്പ് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക്, അതായത് ഗാസയിലും പ്രദേശങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. തുടർന്നും അത്തരം സമാധാന ശ്രമങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ ഉറപ്പാക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു. അത്തരത്തിൽ ലോകമാകമാനം ഒരു സമാധാന ധാരണയിലേക്ക് ഇസ്രായേൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ സംഘർഷം പോകുന്ന ഒരു സാഹചര്യത്തിൽ സമാധാന ധാരണയ്ക്ക് അനുകൂലമായ നിലപാട് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നു. ഹമാസ് ഈ സംഘർഷം വിട്ടൊഴിഞ്ഞ്, അല്ലെങ്കിൽ സംഘർഷമില്ലാത്ത ഒരു ശാശ്വത സമാധാന മേഖലയിലേക്കുള്ളൊരു നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കങ്ങൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാസയെ ഒരു സ്വതന്ത്ര സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടതെങ്കിൽ, നേരെ തിരിച്ചാണ് പാലസ്തീൻ അതുപോലെ തന്നെ ഹമാസുമെല്ലാം ആവശ്യപ്പെടുന്നത്. അതായത് ഗാസ പാലസ്തീൻ്റെ ഭാഗമാകണമെന്നാണ്. അതുതന്നെയാണ് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. ആ പാലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യം നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൂടി ഉണ്ടായാൽ ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയൊരു നീക്കം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒക്ടോബർ 7 മുൻപ് ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും, അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ സംഘർഷം സംബന്ധിച്ച വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളുടെ നിലപാടുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസ് പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അതായത് സമാധാന ധാരണയിൽ പക്ഷേ കൂടുതൽ ചർച്ചകൾ വേണം എന്നാണ്. അന്ത്യശാസനം ഡൊണാൾഡ് ട്രംപ് നൽകിയതിന് പിന്നാലെയാണ് ഹമാസ് ഈ വിവരം പുറത്തുവിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.